ഹായ്, എല്ലാവർക്കും സല്യൂട്ട് മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ സുഹൃത്തുക്കൾ ഇന്ന് സബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം. അച്ഛന്റെ പേരെന്തുവാ? മോഹനംപിള്ള. ഇവിടെ അടുത്തന്നെയാണ് സ്ഥലം. അപ്പൊ ഇതാരാ? വൈഫാണ് സരസ്വതി അമ്മ. തീർച്ചയായിട്ടും രണ്ടുപേരും കൂടാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ? 2 വർഷമായിട്ട്. എങ്ങനെയുണ്ട്? ആ, ഈ മഴ സമയത്താണ് പ്രശ്നം. ഞങ്ങൾക്കൊരു ലോണിന് ശകലം കടമുണ്ട്. ആ, അത് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുക. അത് വന്നോട്ടെ, കുഴപ്പമില്ല. അത് അവരുടെ ജോലിയല്ലേ. എങ്ങനെയാ മക്കളൊക്കെ? വിവാഹിതരായി, അടുത്ത കുടുംബങ്ങളായി അല്ലേ? വേറെ കുടുംബങ്ങളൊക്കെ ആയി. ഞങ്ങള് കളവിന് കളവി മാത്രം. ആ, അത് കുഴപ്പമില്ല, എല്ലാം റെഡിയാവും അല്ലേ? നമ്മള് ദൈവം നമ്മുടെ തലയെ വരച്ച പോലെ നടക്കൂ. അപ്പൊ അതിൽ നമ്മൾ ദുഃഖിക്കണ്ട. ദൈവം വരച്ചല്ലേ. അപ്പൊ ദൈവത്തിനെ നമ്മൾ ചലഞ്ചായിട്ടൊന്നും കാണണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ചെയ്യണം. ഇതെല്ലാം ജീവിതമെല്ലാം ഒരേ നാടകങ്ങളാണ് അല്ലേ? ഓരോ വേഷങ്ങള് അല്ലേ? ഓരോ വേഷങ്ങൾ കെട്ടണം നമ്മള്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കളിയായതല്ല. ഇത് ജംഗ്ഷന്റെ പേരെന്തുവാ ഇവിടെ? വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അല്ലല്ലോ. പുലിയൂർക്കോണം വെള്ളാപ്പള്ളി ജംഗ്ഷനാണ്. ഇവിടെ മോഹനം പിള്ളച്ചേട്ടൻ നടത്തുന്ന ഒരു കണ്ടാ. അവിടെ കരിമ്പുണ്ട്, അതിന് ലോട്ടറി, ഭാഗ്യവും പഞ്ചസാരയൊക്കെ ഉണ്ട് കേട്ടോ. പഞ്ചസാര കൂടിയ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ചെറിയ ഒരു കടയാണ് കണ്ടാ. ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഡെയിലി ഒരു 1000 രൂപ എല്ലാം കഴിഞ്ഞ് കിട്ടിയാൽ മതി ഭഗവാനെ. ഇത് കണ്ടോ? 500 രൂപ കിട്ടിയാൽ രക്ഷപ്പെട്ടു. ആ, കണ്ട 500 രൂപ പോലും കിട്ടുന്നില്ല 2 പേർക്ക്. 250 രൂപ വെച്ചേ കിട്ടുന്നുള്ളൂ. അപ്പം ഈ കച്ചവടം ഒന്ന് ഗംഭീരമാക്കി കൊടുക്കണം, എല്ലാരും കൂടെ സഹകരിച്ചിട്ട് അല്ലേ? അല്ലേ? ഞങ്ങൾക്ക് ലോൺ ഉണ്ടാവും, നടത്തി തീർക്കാം. ഒരു 2-2.5 ലക്ഷം രൂപയുണ്ട്, കൂടുതലൊന്നും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത. അപ്പൊ എല്ലാരും വന്ന് നമ്മുടെ കടയിൽ നിന്ന് വെള്ളം കുടിക്കണം, സഹായിച്ച് ഞങ്ങൾ അതൊന്ന് രക്ഷപ്പെടുത്തിയാണ്. കാനറ ബാങ്കുകാരെ അവരങ്ങ് നിരന്തരം ശല്യം ചെയ്യുക, നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അത് പേടിക്കണ്ട ചേട്ടാ. നമ്മള് ദൈവത്തെ വിളിച്ച് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ശരി, എല്ലാവിധ ആശംസകളും കേട്ടോ. സരസ്വതി പോലെ വിളയാട്ടെ കട കേട്ടാ.